പ്രിലിംസ് അടക്കമുള്ള PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഒന്ന് തെറ്റിയാൽ നിങ്ങളുടെ 10th പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയെ അത് വളരെ ഗൗരവമായി ബാധിക്കും. കാരണം ഇതൊരു ക്വാളിഫയിങ് ആണ്, റാങ്ക് ലിസ്റ്റ് അല്ല ഇതിൽ നിന്ന് വരുന്നത്. 10th പ്രിലിംസ് എഴുതി നിശ്ചിത ആളുകളെയാണ് മെയിൻസിലേക്ക് എടുക്കുക. ഇപ്പം PSC പരീക്ഷയെ ഗൗരവമായി കാണുന്ന ആളുകൾ, സ്മാർട്ടായി വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ ആദ്യം ഉറപ്പിക്കുക പ്രിലിംസിലെ ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങളാണ്. ഇവിടെ 2000 ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഈ ക്ലാസ് ആകട്ടെ ഇന്ന് അതിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചിലത്. ബാക്കിയുള്ളത് എങ്ങനെ കണ്ടെത്തും? നമ്മൾ 2000 ചോദ്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇത് 64ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേയുള്ള വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അവിടെ ഒരു ലിങ്കിലുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആവർത്തിച്ച ചോദ്യങ്ങളെ പരിചയപ്പെടാം. ചിലതിനെ ആവർത്തിച്ച ചോദ്യങ്ങൾ എങ്ങനെ കണ്ടെത്തണം, അതെങ്ങനെ ഉറപ്പിക്കണം എന്ന് പഠിക്കാം. ഇപ്പോൾ വിൻഡോസ് ജുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദൻ MP. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി. നമുക്ക് ഒരു വർഷത്തെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുകളും. ആ കോഴ്സിൻ്റെ ഭാഗമായി അതാത് എക്സാമുകൾ വരുമ്പോൾ നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കും. തീർത്തും സൗജന്യമാണ്. ആ ക്രാഷ് കോഴ്സിൽ മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി വരുന്ന 2025 മുഴുവൻ നിങ്ങൾക്ക് ഈ ഫ്രീ കോഴ്സ് ലഭ്യമാണ്. അപ്പോൾ അതിൽ ഡെയിലി യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ യൂട്യൂബ് വീഡിയോ ക്ലാസ്സിൽ നിന്ന് പിറ്റേ ദിവസം ഒരു എക്സാമും ഉണ്ടായിരിക്കും. കൂടാതെ PDF നോട്ടുകൾ തരും. ഇതിൻ്റെ തന്നെ ഈ ക്ലാസ്സുകളുടെ ഒക്കെ തന്നെ PSC അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഇത് ഇതേ രീതിയിൽ ആവർത്തിച്ചിട്ടില്ല, പക്ഷേ ആദ്യത്തെ പഞ്ചായത്തുകൾ ആവർത്തിച്ചത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ പഞ്ചായത്തുകൾ ഏതെല്ലാമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്? നമുക്കത് പഠിച്ചെടുക്കാം. ഇപ്പം കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഓർത്തു വെച്ചോളൂ, ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശിച്ച ഒരു വായനശാലയുണ്ട്, അത് ഇടമലക്കുടിയിലാണ്. അതും കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. കാർബൺ ന്യൂട്രൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ന്യൂട്രൽ വില്ലേജ് എന്ന് പറയുന്നത് മീനങ്ങാടി പഞ്ചായത്താണ്. സീറോ കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സീറോ കാർബണും കാർബൺ ന്യൂട്രലൊക്കെ വെവ്വേറെ കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മെയിന് പഠിച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കുക. ഹരിതഗൃഹവാതകങ്ങൾ, ആ ഹരിതഗൃഹവാതകങ്ങൾ കൂടുന്നത് കൊണ്ടാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. ആ ആഗോളതാപനമാണ് ഒട്ടനവധി ദുരന്തങ്ങൾക്ക്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണം. ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാക്കുന്ന തരത്തിലുള്ളത്. ഇപ്പം നമ്മൾ പ്രളയവും മറ്റല്ലേ കണ്ടിട്ടുള്ളൂ. കേരളം പോലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കടലിനടിയിലായി പോവുക എന്നാണ് പറയുന്നത്. അപ്പം കാർബൺ ബഹിഷ്കരണം നമുക്ക് നിർത്തണം, കാർബണിൻ്റെ ബഹിർഗമനം നിർത്തണം. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങളിൽ വലിയ വ്യവസായശാലകൾ ഇവിടുന്നൊക്കെ കാർബൺ ബഹിർഗമനമുണ്ട്. അപ്പോൾ ആ കാർബൺ ബഹിർഗമനം കുറച്ച് അത് സീറോ ആക്കുക. അതല്ലെങ്കിൽ കാർബൺ ബഹിർഗമനം ചെയ്യുമ്പോൾ തന്നെ അതിനെ ആഗിരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് കാർബൺ ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റ്. അതിനുവേണ്ടി കാർബൺ ബഹിർഗമനം കൂടുതൽ ഉണ്ടാക്കുന്നത് വലിയ വികസിത രാജ്യങ്ങളാണ്. ആ വികസിത രാജ്യങ്ങൾ ചില ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് കാർബണിനെ ആഗിരണം ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറാക്കാം. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് എന്നുള്ള, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് എന്ന് പറയുന്ന ഒന്ന് കിട്ടിയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ വയനാടുള്ള മീനങ്ങാടി പഞ്ചായത്തിനാണ്. ഓർക്കുക, വയനാടുള്ള മീനങ്ങാടി പഞ്ചായത്ത്. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏത്? നമ്മുടെ ഫിലമെന്റ് ബൾബ്, പഴയ ബൾബ് ഇപ്പം നമ്മുടെ ഇന്ന് വീട്ടിൽ ചിലപ്പോൾ കാണില്ല. ആ ഫിലമെന്റ് ബൾബേ ഇല്ലാത്ത പഞ്ചായത്താണ് ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി. ആ പദ്ധതിയുടെ പേരോർത്ത് വയ്ക്കുക. ആ പദ്ധതിയുടെ പേരെന്താണ്?
ഊർജയാനം. നോക്കൂ, ഒരേ ചോദ്യം, ആദ്യത്തെ പഞ്ചായത്തുകളാണ് ഈ ചോദിക്കുന്നത്. അത് ഏതാണ്? അത് പീലിക്കോടാണ്. പീലിക്കോടിന് മറ്റൊരു പുരസ്കാരവും കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ പുരസ്കാരം? കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോടാണ്. ഓക്കെ, അത് എവിടെയാണ്? കാസർഗോഡാണ്. അപ്പോൾ ഫിലമെന്റ് ഫ്രീ ബൾബ് ഫ്രീ പഞ്ചായത്താണ്. അതുകൂടാതെ നിർമ്മൽ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്താണ്, കാസർഗോഡിലാണ്. പഞ്ചായത്തിലെ മികച്ച പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർമ്മൽ ഗ്രാമ പുരസ്കാരം നൽകുന്നത്. സമ്പൂർണ്ണ ശുചിത്വ പരിരക്ഷ നേടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമവികസന മന്ത്രാലയം, കേന്ദ്രത്തിലെ ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള വിതരണ ശുചിത്വ വകുപ്പിന്റെ മുൻനിര സംരംഭങ്ങളിലൊന്നാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം. കിട്ടിയ പഞ്ചായത്ത് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്. 2004 കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾക്ക് 100% ശുചിത്വം കൈവരിച്ച സ്ഥാപനങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ അത് പീലിക്കോട് പഞ്ചായത്തിനാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്തും പീലിക്കോടാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പീലിക്കോടാണ്. ഏതാണ് ജില്ല? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ഭൂമി പോലും തരിച്ചിടാതെ എല്ലാം കൃഷി യോഗ്യമാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ്, തൃശ്ശൂരാണ്. ഓർത്തു വയ്ക്കുക. അങ്ങനത്തെ ആദ്യത്തെ പഞ്ചായത്തുകളൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്, വൈഫൈ ആദ്യമായിട്ട് സൗജന്യമായിട്ട് ഏർപ്പെടുത്തിയ പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഇരവി പേരൂരാണ്. ഈ രവി പേരൂർ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇരവി പേരൂർ ഏതാണ്? സൗജന്യമായി വൈഫൈ ഇത്. അപ്പോൾ വൈഫൈ എപ്പോഴും ഉപയോഗിക്കുന്ന ആളാണ് ഈ രവി എന്ന് ഓർത്തിരിക്കുക. വൈഫൈ ഈ രവി. ഇതിൽ നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ ഒരു രവി, ഫുൾ ടൈം വൈഫൈയിൽ മാത്രം നിൽക്കുന്ന ഒരു രവി. അപ്പോൾ സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇരവി പേരൂരാണ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. എന്താ കടലാസ് രഹിത? കടലാസിലൂടെ കത്തടപാടില്ല. കടലാസ് നിങ്ങൾക്കറിയാം, മരം വെട്ടിയിട്ടാണ് കടലാസ് ഉണ്ടാക്കുന്നത്. അപ്പം കടലാസ് പരമാവധി ഒഴിവാക്കുക. അതൊക്കെ ഈ കാർബൺ വിമുക്ത പദ്ധതിയുടെ ഭാഗമാണ്. കാരണം കാർബൺ ഒരു ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ചൂടിനെ ആഗിരണം ചെയ്യും. അപ്പം ആവശ്യത്തിന് കാർബൺ ഭൂമിയിൽ വേണം. അപ്പോഴാണ് ഭൂമി ഊഷ്മളമായിട്ട് നിൽക്കുക. കാർബണിനെ പോലെയുള്ള ഹരിതഗൃഹ വാതകങ്ങൾ ഭൂമിയിൽ കൂടുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അത് കൂടുമ്പോൾ കൂടുതൽ ചൂട് നമുക്ക് ഭൂമിക്ക് താങ്ങാവുന്നതിന് അപ്പുറത്തേക്ക് ചൂട് വരികയും ഭൂമിക്ക് പനിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോഴാണ് കാലാവസ്ഥാ വ്യതിയാനമുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കനത്ത മഴ അല്ലെങ്കിൽ കനത്ത വരൾച്ച, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് മരങ്ങൾ കാർബണിനെ ആഗിരണം ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, അവിടെ കാർബൺ എന്ന് ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ എന്നുള്ളതല്ല. അപ്പോൾ അതിൽ കാർബൺ ഉണ്ട്. അവിടെ കടലാസ് രഹിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ കടലാസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ആവശ്യമായ കടലാസിൻ്റെ അത്രയെങ്കിലും മരം മുറുക്കില്ലല്ലോ. അപ്പോൾ ഒക്കെ ഇമെയിൽ ആയിട്ടാണ്. അങ്ങനെ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഇരവി പേരൂരാണ്. ഇരവി പേരൂരിന് തന്നെയാണ് ആദ്യമായി വൈഫൈ ഫ്രീ ആക്കിയ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇരവി പേരൂരാണ്. നമ്മുടെ ഗുഡ് ഗവേണൻസിൽ, സൽഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗവേണൻസിലൂടെ പൗരന്മാർക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? സർവീസ് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ഉദാഹരണമാണ് അക്ഷയ. നമ്മുടെ എന്താണ്, ഒരു സർക്കാരിൻ്റെ ഭാഗമായി തുടങ്ങിയ ഒരു സംരംഭമാണ് അക്ഷയ. അവിടെ കണ്ടുവോ? അവിടെ നമുക്ക് ചെല്ലുമ്പോൾ ഒക്കെ കടലാസ് രഹിതമാണ് അല്ലേ? ഒക്കെ ഇമെയിലായിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമാണ്. അപ്പോൾ ഇത് മുഴുവൻ മൂന്നും നിങ്ങൾ ഓർക്കുക, ഇരവി പേരൂരാണ്. വൈഫൈ ഫ്രീ, കടലാസ് രഹിതം, മൂന്നാമത്തേത് പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്തു പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്തു പഞ്ചായത്ത് കൊടുമണ്ണാണ്, പത്തനംതിട്ട.
വൈഫൈ സംവിധാനം ഫ്രീ ആക്കിയ പഞ്ചായത്ത് ഇരവിപേരൂരാണെങ്കിൽ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് തൃക്കരിപ്പൂരാണ്. വൈഫൈ സംവിധാനം ഫ്രീ ആക്കിയ പഞ്ചായത്ത്, കടലാസ് രഹിത പഞ്ചായത്ത്, പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് കിട്ടിയ പഞ്ചായത്ത്, ഇതൊക്കെ ഇരവിപേരൂരാണ്. പക്ഷേ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? തൃക്കരിപ്പൂരാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ വിമുക്ത പഞ്ചായത്ത് മീനങ്ങാടിയാണ്. സീറോ കാർബൺ, കാർബൺ ന്യൂട്രൽ, ഇതൊക്കെ കാർബൺ ന്യൂട്രൽ ആകുന്ന പഞ്ചായത്ത് മീനങ്ങാടിയാണ്. ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ജൈവ വൈവിധ്യമുണ്ട് നമ്മുടെ നാട്ടിൽ, ബയോഡൈവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നും നമുക്ക് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ജീവജാലങ്ങൾ നമ്മുടെ ഓരോ ഗ്രാമത്തിലും കണ്ടേക്കാം. ആ ജൈവ വൈവിധ്യത്തെ സെൻസസ്, അതിനുവേണ്ടി ഒരു സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എടവക. പല വക ജീവജാലങ്ങളെ കണക്കിൽപ്പെടുത്താൻ വേണ്ടി സെൻസസ് ആരംഭിച്ച പഞ്ചായത്ത് എന്ന് ആലോചിച്ചാൽ മതി. എടവക, പല വക സാധനങ്ങളിൽ. എടവക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എടവക, ഒരു ഇടവകയിലെ പള്ളി, ഒരു ഇടവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹമാണ്. ആ ഇടവകയിലുള്ള പല വക ജീവജാലങ്ങളെയും സെൻസസ് ചെയ്യാൻ തീരുമാനിച്ച ആദ്യത്തെ പഞ്ചായത്താണ് എടവക പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയലാണ്. അല്ലേ? അമ്പലത്തിനൊരു വയലുണ്ട് വിചാരിക്കുക, അതിന് ആധാരമില്ലെങ്കിലും ആരും കാര്യമാക്കാൻ പോകുന്നില്ല. നമുക്ക് ആധാരം ഇല്ലെങ്കിലോ അത് പണി കിട്ടും. അതിനൊക്കെ ആധാരം വേണം കേട്ടോ, ഞാൻ പറയാം. അപ്പൊ അമ്പലത്തിലെ വയലിന് ആധാരമില്ല എന്ന് ആലോചിച്ചാൽ മതി. അമ്പലവയൽ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത്. അപ്പൊ ആ പഞ്ചായത്തിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട വയൽ പോലും, അതിൻ്റെ പോലും ആധാർ എന്താക്കി മാറ്റി, ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എന്ന് വിചാരിക്കുക. അമ്പലവയൽ. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കുടി ഇപ്പോൾ ആർക്കുണ്ടാവുക? ആദിവാസികൾക്കാണ്. ബാക്കി ആർക്കും കുടിയില്ലാതെയായി, ഒക്കെ വീടായി മാറി അല്ലേ? അപ്പൊ ആരും കുടി എന്ന് പറയില്ല. അപ്പൊ ആദിവാസികളാണ് ഇടമലക്കുടി. നോക്കൂ, മലണ്ട്, മലയിലാണ് ആദിവാസികൾ. പിന്നെ കുടിയുണ്ട്, വീട് ചെറിയ കൂരകളിൽ വസിക്കുന്നവരാണ് ഇപ്പോഴും ആദിവാസികൾ. അപ്പോൾ ഇടമലക്കുടി, മലക്കിടയിലുള്ള ഒരു ഇടയിൽ കുടികളായി താമസിക്കുന്നവർ. ഏതാ ജില്ല? ഇടുക്കി ജില്ല. എത്ര ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാം. പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ പരാമർശിക്കപ്പെട്ട വായനശാല ഏതാണെന്ന് ചോദിച്ചാൽ അക്ഷര വായനശാലയാണ്. വായനശാല വായിക്കാനാണ്, അവിടെ അക്ഷരമുണ്ടാവും. അക്ഷര വായനശാലയാണ്, അതും ഇടമലക്കുടിയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്, തിരുവനന്തപുരത്ത്. നമ്മൾ ഓർക്കുക, വൈഫൈ സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയത് തൃക്കരിപ്പൂര്, വൈഫൈ സൗജന്യമാക്കിയത് ഇരവിപേരൂർ. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ കടലാസ് രഹിത പഞ്ചായത്തും ഇരവിപേരൂരാണ്. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യയിലെ പഞ്ചായത്തും ഇരവിപേരൂരാണ്. എന്നാൽ ഓർത്തുവെക്കുക, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സാക്ഷരത, കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണം, മൊബൈലിൽ തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യാം, ഫേസ്ബുക്കിൽ എന്തെല്ലാം ഉപയോഗിക്കാം, എന്ത് ചെയ്യരുത്, പ്രാഥമികമായ ഡിജിറ്റൽ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്, ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് എങ്ങനെ കൊടുക്കണം, ഇതിനെയാണ് ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. ഇനി ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നത് ഡിജിറ്റൽ ഡിവൈഡാണ്. അതായത് ഇൻ്റർനെറ്റ് സൗകര്യമുള്ളവരും ഇൻ്റർനെറ്റ് സൗകര്യമില്ലാത്തവരും. ഇൻ്റർനെറ്റ് സൗകര്യം മാത്രം ഉണ്ടായാൽ പോരാ, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവരും. ഈ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം ആളുകളുടെ ജീവിത നിലവാരത്തെ ഗണ്യമായി ബാധിക്കും. അതുകൊണ്ട് ലോകത്ത് ഇനി വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഡിജിറ്റൽ ഡിവൈഡാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. അപ്പോൾ അവർക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ പുല്ലാണ്, അവർ അത്ര ഈസി ആയിട്ട് ഇൻ്റർനെറ്റിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഓർത്തിരിക്കുക. അപ്പോൾ 3 പഞ്ചായത്തുകളെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഓർക്കുക. ഒന്ന് ഇരവിപേരൂർ, മറ്റൊന്ന് ഇരവിപേരൂരല്ല, ഒന്ന് തൃക്കരിപ്പൂര്, മറ്റൊന്ന് ഓർമ്മയുണ്ടോ? ഇരവിപേരൂർ തന്നെ. മറ്റൊന്ന് ഇരവിപേരൂർ, മറ്റേ ആള് മൂന്നാമത്തെ പഞ്ചായത്ത് പുല്ലമ്പാറ. ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് പുല്ലമ്പാറ. പിന്നെ കടലാസ് രഹിതം, വൈഫൈ ഫ്രീ,
പൊതുഭരണ അവാർഡ്. പൊതുഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽഭരണത്തിന്. ഈ ഗവേണൻസ് പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. 10th പ്രിലിംസിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മെയിൻസിനാണ് പ്രധാനമായും വരിക. എന്നാലും അതിലെ ചില കാര്യങ്ങൾ, അതിലെ വിവരാവകാശം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 10th പ്രിലിംസിന് വരാം. അപ്പോൾ അവിടെ ഡിജിറ്റൽ സാക്ഷരത പുല്ലമ്പാറ. മണ്ണിൽ ലയിക്കാത്ത ചാക്കുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഘടിപ്പിക്കുന്നതിനായി ചിതലിനെ വളർത്തുന്ന പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനത്തെ ആദ്യ നഗരസഭ പുനലൂർ. മണ്ണിൽ ലയിക്കാത്ത ചാക്കുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ, നമുക്കറിയാം പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ കടന്നാൽ അതിനെ വിഘടിപ്പിക്കാൻ പറ്റില്ല. വിഘാടകരെന്നറിയപ്പെടുന്നത് സൂക്ഷ്മജീവികളാണ്. വിഘാടകരെന്നറിയപ്പെടുന്നത് ബയോളജിയിൽ നിന്ന് ചോദ്യം വരാം. സൂക്ഷ്മജീവികളാണ്. മണ്ണിരയും വിഘാടകരാണ്. സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത് നമുക്ക് അസുഖം മാത്രമല്ല ഉണ്ടാക്കുന്നത്, അല്ലേ? ബാക്ടീരിയ പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ അത് നമുക്ക് അസുഖം മാത്രമല്ല ഉണ്ടാക്കുന്നത്, അത് മണ്ണിൽ കിടക്കുന്ന ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സൂക്ഷ്മാണുക്കൾ, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളല്ലാത്ത മണ്ണിരകളും അത് വിഘാടകരെന്നറിയപ്പെടും. പക്ഷെ അവയ്ക്ക് പ്ലാസ്റ്റിക് വിഘടിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പ്ലാസ്റ്റിക് വിഘടിപ്പിക്കാൻ പറ്റാവുന്ന ചിതലിനെ വളർത്തുന്ന പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് പുനലൂർ. പുതിയ ഊരായിട്ട് മാറുകയാണ്. പ്ലാസ്റ്റിക്കിനെയൊക്കെ വിഘടിപ്പിച്ച് പഴയ ഊര് പോലെയാവുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻ കീഴാണ്. മലയിൻ കീഴിൽ ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് മനസ്സിൽ കാണുക. അവിടെ ഒരു ഓൺലൈൻ ഗ്രാമസഭ നടക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ഗ്രാമസഭ മലയിൻ കീഴ് തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താകുന്നത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങിയിലാണ് സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത്. പൊതുജനങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം എലിക്കുളം പഞ്ചായത്താണ്. ആ റോബോട്ടിനെ നിങ്ങൾ കാണുക. അത് റോബോട്ടാണ്. ആ റോബോട്ടിനെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിപ്പിക്കുക എന്തുകൊണ്ടാണ്? മൗസ് കൊണ്ടാണ്, അല്ലേ? ഒരു മൗസ് ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടില്ലേ? ആ മൗസ് എന്ന് പറഞ്ഞാൽ എലി എന്നാണ് അർത്ഥം. അതിൽ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ നമ്മുടെ റോബോട്ടിനെ നമ്മൾ നിയന്ത്രിക്കുന്നത് ഒരു മൗസ് ഉപയോഗിച്ചാണ്. അപ്പോൾ എലിയുണ്ട്. എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സംവിധാനങ്ങൾ അത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ, കോഴിക്കോട്. ഒരു ചക്ക വേണോ, ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാ കുടുംബം ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് തീരുമാനമെടുത്തു. ഒരു കഥ പറയട്ടാ. എന്താ തീരുമാനം? എല്ലാവർക്കും ഇൻഷുറൻസ്. അപ്പം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. സുരക്ഷാ ചക്ര പദ്ധതിയിലൂടെയാണ്. എന്താണ് അതിനുള്ള പേര്? സുരക്ഷാ ചക്ര പദ്ധതി. എനിക്ക് ചില സർവകലാശാലകൾ പരീക്ഷയ്ക്ക് വന്നതാണ്, ഒന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവകാല അവധി നൽകുന്ന ആദ്യ സർവകലാശാല കുസാറ്റാണ്. ഓർത്തിരിക്കുക. വിദ്യാർത്ഥിനികൾക്ക് പ്രസവാവധി നൽകിയത് കുസാറ്റ്. ആർത്തവാവധി നൽകിയപ്പോൾ പ്രസവാവധി നൽകി ആര്? MG യൂണിവേഴ്സിറ്റി. എന്നാൽ AI അധിഷ്ഠിത പ്രോസസർ വികസിപ്പിച്ച കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. ഒരു ബുദ്ധിമുട്ടുമില്ല ഓർക്കാൻ. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാ, ഡിജിറ്റലുമായി ബന്ധപ്പെട്ടതാ, അല്ലേ? ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണത്. അപ്പോൾ അവിടെ ഡിജിറ്റൽ സർവകലാശാല ഏതാണ്? AI അധിഷ്ഠിത പ്രോസസർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല എന്ന് ചോദിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടും വേണ്ട. ആ സർവകലാശാലയിൽ ഡിജിറ്റൽ എന്ന പേരുണ്ട്, കേരള എന്ന പേരുമുണ്ട്. അപ്പോൾ നമുക്കറിയാം ആർത്തവാവധി നൽകിയത് കുസാറ്റ്, പ്രസവാവധി നൽകിയത് ആരാണ്? MG. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയ സർവകലാശാലയാണ് കേരള സർവകലാശാല. കേരള സർവകലാശാല രക്തദാനം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയെന്ന് മാത്രമല്ല, ആദ്യത്തെ സൗരോർജ്ജ സർവകലാശാലയാകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാലയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ദേശീയതല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം നിലവിൽ വന്നത് വെള്ളായണി കാർഷിക സർവകലാശാലയിലാണ്. ഓർത്തിരിക്കുക. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയും കേരള കാർഷിക സർവകലാശാലയാണ്. സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല, അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, സൗരോർജ്ജ സർവകലാശാലയും. സൗരോർജ്ജവും ഹരിതോർജ്ജവും കേരള സർവകലാശാലയാണ്. നൈപുണ്യ വികസന മിഷന് കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് പാപ്പനംകോടാണ്. ഞാനത് പഠിക്കേണ്ടതാണ്, ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ല.
ഇനി ജസ്റ്റ് കേട്ടിരുന്നോളൂ കേട്ടോ. അതിൻ്റെ അടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ വന്നതാണ്. ഇതുമായി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ തന്നെ കാണാം. കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്, ആദ്യത്തെ വില്ലേജ്, ആദ്യത്തെ ഗ്രാമം, കേരളത്തിൽ അങ്ങനെയുള്ള ആദ്യത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ക്ലാസ്സിലേക്ക് കടന്നു പോകാം. അപ്പം നമുക്ക് ചോദ്യങ്ങൾ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതിൻ്റെ സ്വഭാവം. അതിൽ തുടർന്നും അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. ഇത് നിങ്ങൾ പഠിച്ചിരുന്നേ പോകൂ. കാരണം ഇതൊക്കെ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരാൾ ഇതൊക്കെ നോക്കിയിട്ട് പോകും. അതാണ് ചോദ്യത്തിൻ്റെ പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി കോഴ്സിനെ കുറിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് പോകാം. നമുക്ക് വ്യത്യസ്ത കോഴ്സുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്കിവിടെ 2000 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളുടെയും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിരിക്കും. സംശയം വേണ്ട, തുടർച്ചയായിട്ട് ഒരു വർഷം കിട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാനോട് കൂടി പഠിക്കണമോ? എല്ലാ സബ്ജക്റ്റ് വൈസായിട്ടും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വൈസായിട്ടും പഠിക്കുക. എല്ലാ ദിവസവും എക്സാം, ഓരോ 5 ദിവസവും കൂടുന്തോറും റിവിഷൻ, ഓരോ 10 ദിവസം കൂടുന്തോറും ഞാൻ ലൈവിലെത്തി നിങ്ങളുടെ പൊതുവായി നിങ്ങൾക്കൊരു മെൻറ്ററിങ്, ഇതെല്ലാം ചേർന്ന് ലൈവ് ക്ലാസ് ഇല്ല, ഈ മെൻറ്ററിങ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. എല്ലാ 10 ദിവസം കൂടുമ്പോഴും ഞാൻ പൊതുവായി നിങ്ങൾക്ക് എല്ലാവർക്കും, ആ കോഴ്സിൽ ചേരുന്നവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ക്ലാസ്. ഏതെല്ലാം എക്സാമുകൾക്ക്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ തുടങ്ങിയ 2025 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എല്ലാ 10th ലെവൽ എക്സാമുകൾക്കും ഒരൊറ്റ കോഴ്സ്. നിങ്ങൾക്ക് എത്ര രൂപയേ വേണ്ടുള്ളൂ? 499 രൂപ. ആവശ്യമില്ലാത്ത ഒന്നും പഠിപ്പിക്കില്ല, ആവശ്യമുള്ളത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. അതിൽ ലൈവ് ക്ലാസ് ഇല്ല, അത് കണ്ടെഴുതണ്ട, നോക്കണ്ട. ലൈവ് ക്ലാസ് ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, PDF നോട്ടുകളുണ്ട്. കൂടാതെ ഓരോ 10 ദിവസം കൂടുമ്പോഴും ഞാനെത്തും, നിങ്ങൾക്ക് കൃത്യമായൊരു ഗൈഡൻസ് തരും. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് റെമഡിയൽ ക്ലാസ്സുകളൊക്കെ ആലോചിക്കാം. അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് ലഭിക്കും. അങ്ങനെയുള്ള ഒരു മൊത്തം കോഴ്സ്, ആ മൊത്തം കോഴ്സിന് വെറും 499 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും. 499 രൂപ മാത്രം ഒരു വർഷത്തെ PSC പ്രിപ്പറേഷന്. അതല്ല, നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാനുണ്ട് ധാരാളം, ഓരോ കാര്യവും ക്ലിയർ ആക്കി പോകണം. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ അടങ്ങിയ ആ കോഴ്സിന് 1200 രൂപയാണ്. അവിടെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾ സംശയം ചോദിക്കുന്നത് വരെ ഞാൻ കാത്തു നിൽക്കും, അവരുടെ സംശയം തീരുന്നത് വരെ. അതുകൊണ്ട് അവിടെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ബാച്ചുകളായിരിക്കും. 1200 രൂപയ്ക്കാണ് ആ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുക. അത് രണ്ടിൻ്റെയും ലിങ്ക് ഞാനിവിടെ എന്തിൽ തരുന്നുണ്ട്? നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയാൽ നിങ്ങൾക്ക് തന്നെ അതിൽ ചേരാം. ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ അറിയും, നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്യും. അവിടെ കൂടുതൽ ഡയറക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് രണ്ടിനും മാസം വെച്ച് നിങ്ങൾക്ക് അടയ്ക്കാം. 100 രൂപയ്ക്ക് അടയ്ക്കാം 499 രൂപയുടെ കോഴ്സ് ഒരു മാസം. 1200 കോഴ്സാണെങ്കിൽ മാസം 250 അല്ല 180 രൂപയ്ക്ക് നിങ്ങൾക്ക് അടച്ചു ചേരാം. ഇനി മറ്റൊന്ന് ഗോൾഡൻ ബാച്ചാണ്. ഇപ്പോൾ 5000 രൂപയ്ക്ക് നമ്മൾ നൽകുന്ന 8000 രൂപയുടെ ഞാൻ നേരിട്ട് മെൻറ്റർ ചെയ്യുന്ന ബാച്ചാണ്. അവിടെ നിങ്ങൾക്ക് നിരന്തരം എന്നായിട്ട് സംവദിക്കാം. അവിടെ നിങ്ങളുടെ പഠനത്തെ റെഗുലറൈസ് ചെയ്യുക. നിങ്ങൾക്കൊരു 4 മണിക്കൂർ മിനിമം നിങ്ങളുടെ പഠന സമയത്തെ നിങ്ങളുടെ എല്ലാ ജോലി തിരക്കിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രെസ് കുറവാക്കുക, പെട്ടെന്ന് പഠിച്ചത് ഓർമ്മയിൽ നിർത്തുന്നതിനുള്ള പ്രാക്ടിക്കൽ സെഷനുകൾ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായി പഠനം ഒരു സ്വഭാവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുക. നിങ്ങളുടെ പഠനത്തെ വിലയിരുത്തിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്കൊരു റാങ്ക് ഉണ്ടായിരിക്കും. ആ റാങ്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും, ഞാൻ പഠിക്കുന്നത് ശരിയാണോ അല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും. അങ്ങനെ നിരന്തരമായി ഓരോ 10 ദിവസവും ചെയ്താലും നിങ്ങളുടെ മൊത്തം പെർഫോമൻസ് അനാലിസിസ് ചെയ്യുന്ന, നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിന് സഹായം നൽകുന്ന, നിങ്ങളുടെ ഓർമ്മയെ ഒരു 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ PSC പരീക്ഷകൾക്ക് സഹായകമായ എല്ലാ ദിവസവും ഇടപെടലുകൾ നടക്കുന്ന 100 പേര് മാത്രമുള്ളൊരു ബാച്ച് ഉണ്ട്. ഇപ്പോൾ 4999 രൂപയ്ക്ക് നിങ്ങൾക്ക് ചേരാം. പക്ഷെ 4999 രൂപയായിട്ട് ആരും ചേരാൻ നിൽക്കണ്ട. എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കണം. ആ സംസാരിക്കുന്നതിന് എന്നിട്ടേ ഞാൻ നിങ്ങളെ ആ ബാച്ചിൽ ചേർക്കുള്ളൂ. 8075963937 8075963937 എന്നുള്ള എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ചേരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് സംസാരിച്ചറിയാം. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ
എനിക്ക് നേരെ പേ ചെയ്യേണ്ട കോഴ്സാണ്. മറ്റ് രണ്ടും നമ്മുടെ ആൾറെഡി കോഴ്സുകളാണ്, നിങ്ങൾക്ക് പേ ചെയ്താൽ മതി, ആർക്കും ചേരാം. ഇങ്ങനെ 3 കോഴ്സുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ചേരാം. നമ്മളെല്ലാ സാധാരണക്കാർക്കും വേണ്ടി തന്നെയാണ് ഈ കോഴ്സ് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തുകയ്ക്ക് ഇപ്പോൾ നിലവിൽ ഈ എല്ലാ എക്സാമുകൾക്കുമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു കോഴ്സ് ലഭ്യമല്ല. നമുക്ക് അഫോർഡബിളായി സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് 4900-ന്. ഇത് ഞാൻ നേരിട്ട് പേഴ്സണലായിട്ട് മെൻറ്റർ ചെയ്യുന്ന കോഴ്സാണ്. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിന് മെൻറ്ററിങ് കോഴ്സ് ഇല്ല. അവർ ജനറൽ കോഴ്സാണ് നടത്തുന്നത്. മെൻറ്ററിങ് ഉള്ളവർ 10,000 15,000 രൂപയാണ് ആ കോഴ്സിന് ഒരൊറ്റ കോഴ്സിനായിട്ട് മേടിക്കുന്നത്. നമ്മൾ എല്ലാ കോഴ്സിനും കൂടി മേടിക്കുന്നത് 4,999 രൂപയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. അപ്പം ഇനി വഴി കണ്ട 20,000 അവധി സീറ്റുകളാണ് ഇനി വരാൻ പോകുന്നത്. അല്ലാത്തവർക്ക് നമ്മുടെ വാട്സപ്പിൽ തുടർന്നും ഈ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് PSC ഇപ്പോൾ നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. എവിടെ വെച്ചാണ് കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനം നടന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 2024 ലോക പരിസ്ഥിതി ദിനം നടന്നത് സൗദി അറേബ്യയിലാണ്. 2024 ലോക പരിസ്ഥിതി ദിനം നടന്നത് ഓർത്തു വെച്ചോളൂ, സൗദി അറേബ്യയിലാണ്. 2024 പ്രമേയം ലാൻഡ് റിസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റീസൈലൻസ് ആണ്. 3 തീമുകളുണ്ട്: ലാൻഡ് റിസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ, ഡ്രോട്ട് റീസൈലൻസ്. 2023 പ്രമേയം പ്ലാസ്റ്റിക് പൊല്യൂഷനുള്ള സൊല്യൂഷനാണ്. സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ അണ്ടർ ദ ക്യാമ്പയിൻ. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയം വഹിച്ച രാജ്യത്തെക്കുറിച്ച് ഓർത്തോളൂ. ഐവറി കോസ്റ്റ് ചോദിച്ചേക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പലതവണ PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് തരികയാണ്. 2022 പരിസ്ഥിതി ദിനാഘോഷം സ്വീഡനിലായിരുന്നു. 23 ഐവറി കോസ്റ്റിലായിരുന്നു. 24 സൗദി അറേബ്യയിലായിരുന്നു. 23 പരിസ്ഥിതി ദിനാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 50ാം വാർഷികാഘോഷമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇതൊക്കെ ധാരാളം തവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ആമുഖം എഴുതിയ ആള് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. ഈ പേരുകൾ മറന്നു പോകരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ ആണ്. ആമുഖം, ലക്ഷ്യപ്രമേയം ഇതൊക്കെ ഓർത്താൽ നെഹ്റു ആണ്. സ്ഥിരം അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിദാനന്ദ സിൻഹയാണ്. ഇതില്ലാത്ത പരീക്ഷകൾ വളരെ കുറവാണ്, ഓർത്തുവെക്കുക. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. നമുക്കറിയാം 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞാൽ ഭരണഘടന, നമ്മുടെ പുതിയ ഭരണഘടന പ്രകാരം, അന്ന് നിലവിൽ വന്ന അന്നത്തെ ഭരണഘടനയാണ് ഞാൻ അന്നത്തെ പുതിയ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവൻ വേണം. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള ഒരു രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആ ദിവസം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അംഗീകരിക്കപ്പെട്ടതല്ല, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇൻ എഫക്ട് നിലവിൽ വന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആ ജനുവരി 26 1950 2 മാസം മുമ്പേ നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത്. ആ നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായിട്ട് ആഘോഷിക്കുന്നു. ഓർത്തിരിക്കുക, അത് ഭരണഘടനാ ദിനം അഥവാ നിയമദിനമാണ്. മറ്റൊരു PSCക്ക് ആവർത്തിച്ചു വരുന്നൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം
ഉൾപ്പെടുത്തിയിരിക്കുന്നത് 21A അനുച്ഛേദത്തിലാണ്. നമുക്കറിയാം, നമുക്ക് മൗലികാവകാശങ്ങളുണ്ട്. ആ മൗലികാവകാശങ്ങളിൽപ്പെട്ട ഒന്നായി 21A പ്രകാരം വിദ്യാഭ്യാസവും വരുന്നു. തുടക്കത്തിൽ അതായിരുന്നില്ല. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നമ്മുടെ ഭാഗം 3-ലായിരുന്നില്ല. ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ. ഭാഗം 4-ൽ നിർദ്ദേശക തത്വങ്ങളിലായിരുന്നു നമുക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞിരുന്നത്. ഭാഗം 4-ലുള്ള നിർദ്ദേശക തത്വങ്ങളിലുള്ള കാര്യങ്ങൾക്ക് ഒരു സർക്കാരിനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്, നടപ്പാക്കാൻ ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഇപ്പോൾ 21A പ്രകാരമുള്ള വിദ്യാഭ്യാസ അവകാശം അത് മൗലികാവകാശമാണ്. നടപ്പിലാക്കാൻ ആര് നിർബന്ധിതരാണ്? സർക്കാരും സംവിധാനങ്ങളും നിർബന്ധിതരാണ്. അത് 21A ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം മാത്രമല്ല, വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത് ഒരു ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ടാണ് 21A അത് വരുന്നത്. ആ ഭരണഘടനാ ഭേദഗതി ചോദിച്ചിട്ടുണ്ട്. അത് 86-ാം ഭേദഗതിയാണ്. ആ 86-ാം ഭേദഗതി മാത്രമല്ല, ആ 86-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ വന്ന മാറ്റങ്ങൾ പ്രകാരം എന്തെല്ലാം മാറ്റമുണ്ടായി എന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. 86-ാം ഭേദഗതി 21A എത്രയാ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചു. ശരിയാണ്. ഈ ഭേദഗതിയിലൂടെ 21A ഭരണവകുപ്പ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ശരിയാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. മൗലിക കടമകളിലും അത് വന്നു. രക്ഷാകർത്താക്കൾ കുട്ടീനെ സ്കൂൾ പ്രായത്തിൽ വീട്ടിൽ പിടിച്ചു വെക്കരുത്, അവർ പഠിക്കാൻ പോകണം. അത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ കടമയായി മാറിയപ്പോൾ അത് രക്ഷാകർത്താക്കളുടെ ഭരണകൂടത്തിൻ്റെ കടമയും കുട്ടികളുടെ അവകാശവുമായി മാറിയപ്പോൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് രക്ഷാകർത്താക്കളുടെയും കടമയായി മാറി. ഇതിൽ തെറ്റിയിട്ടുള്ളത് ഈ ഭേദഗതി പാസ്സാക്കുന്നത് 2014-ലല്ല. പിന്നെ ഏതാ കൊല്ലം? ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഓർക്ക്, ആ ചോദ്യം വരാൻ പോകുന്നുണ്ട്. കിട്ടുന്നില്ലെങ്കിൽ പറയൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 4 മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് 4 എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ തെറ്റ്. B4. ബാക്കിയെല്ലാം തന്നെ ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നോക്കൂ, ഇതൊക്കെ PSC ചോദിച്ചതാണ്, മുഴുവൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയാണ്. എന്നാൽ ഇത് തെറ്റാണ്. 2009 ആഗസ്റ്റ് 4-നല്ല. നമുക്ക് വരാം. കണ്ടോ, അവിടെ ആൻസർ B ആണ് ശരി. പ്രസ്താവന 1, 2, 3 മാത്രമാണ് ശരി. വീണ്ടും വരുന്നു. കണ്ടോ, ചോദ്യം ഒക്കെ 10th ലെവലിലാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇവിടെ തന്നിട്ടുള്ളത് 76 അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ നമുക്ക് 1 തെറ്റാണ് എന്ന് ബോധ്യമായി. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. ശരിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അതും ശരിയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ആവർത്തിച്ച ചോദ്യങ്ങൾ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. നിങ്ങളൊരു നോട്ടും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ എഴുതി വയ്ക്കാം അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ. നമ്മുടെ 2000 ചോദ്യങ്ങൾ മുഴുവൻ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ C മാത്രമാണ് തെറ്റ്, 1 മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് ശരി. 10th ലെവലാണ്. ഇപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് 2009-ലാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ, 86-ാം ഭേദഗതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആവർത്തിച്ച ചോദ്യങ്ങളാണെന്ന്? ഞാൻ ഈ തെരഞ്ഞെടുത്ത ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളെ കാണാം. അപ്പൊ 2000 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനില്ല. യഥാർത്ഥത്തിൽ ക്ലിയർ ആവുന്നുണ്ടോ? ബൗൺസിങ് ക്വസ്റ്റ്യൻസ് എത്ര PSCക്ക്? അതൊന്ന് മര്യാദയ്ക്ക് പഠിച്ചെടുക്കൂ നിങ്ങൾ. ഇന്ത്യയിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം
നിലവിൽ വന്നതെന്ന് അവിടെ നമുക്ക് പറയാം 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1. നിയമം 2009, നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1. നോക്കൂ, വീണ്ടും ചോദ്യം വരുന്നത് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A. ഇതൊന്നും ഞാൻ ഒരു ചോദ്യം ആവർത്തിച്ചിട്ടില്ല, ഒരേ പരീക്ഷയുടെ ചോദ്യം ആവർത്തിച്ചിട്ടില്ല. വ്യത്യസ്ത 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ സീക്വൻസിലൂടെ തിരിച്ചറിയണം, നിങ്ങൾ അത് പഠിച്ചെടുക്കണം. ഓക്കെ, ഗൗരവമായിട്ട് സ്മാർട്ടായിട്ട് പഠിക്കാൻ തുടങ്ങും. ഒരുപാട് കണ്ണിക്കണ്ട ചവറ് വാരി വലിച്ച് പഠിക്കുന്നതിനപ്പുറം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കൂ. ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ റാങ്കിലെത്തുന്നല്ല, പക്ഷെ ഇത് പഠിക്കാതെ നിങ്ങൾക്ക് റാങ്കിലേക്ക് കുതിക്കാൻ പറ്റില്ല. ഇതല്ലേ ആദ്യം പഠിക്കേണ്ടത്. പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കണ്ടേ, എന്നിട്ട് വേണ്ടേ പഠനം സ്ട്രീം ലൈൻ ആക്കാൻ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയത്? ബോറടിക്കുന്നുണ്ടല്ലേ? 21A. ദാ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ എത്ര പ്രാവശ്യം മറ്റ് പരീക്ഷകൾക്ക്. ഓക്കെ, 2009 ഓഗസ്റ്റ് 4 ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കുകയുണ്ടായി. ഓർക്കണം, നേരത്തെ ചോദിച്ചു, സൂക്ഷ്മമായ ചോദ്യമാവുന്നത്. ചില സബ്ജക്റ്റ് നമ്മൾ സൂക്ഷ്മമായി പോണം, ചില സബ്ജക്റ്റ് അങ്ങനെ പരത്തി പഠിക്കേണ്ട ആവശ്യമില്ല. 2009 ഓഗസ്റ്റ് 4 ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കിയത്. നിലവിൽ വന്നത് അന്നല്ല. അതാണ് നേരത്തെ ചോദ്യത്തിൽ നമ്മൾ തെറ്റിട്ടത്. പലർക്കും അത് നിലവിൽ വന്നത് എന്നിട്ട് എഴുതും. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓഗസ്റ്റ് 4 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. ആർട്ടിക്കിൾ 21A ഭേദഗതി, 86 ഭേദഗതി, അല്ല 21A പ്രകാരം അത് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. 86 ഭേദഗതി നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. മറ്റത് 2009 ആഗസ്റ്റ് 4 പാർലമെന്റ് നിയമം പാസ്സാക്കി. അപ്പോൾ അതേതാ? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? എക്സാം ഹാളിൽ തെറ്റിപ്പോവരുത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 86 ഭരണഘടനാ ഭേദഗതി അനുച്ഛേദം 21A. നിങ്ങൾ ഇനി ഇത് അടുത്ത എക്സാമിന് വന്നാൽ തെറ്റിക്കില്ലല്ലോ. ഇതിൽ മാർക്ക് സ്കോർ ചെയ്യില്ലേ? മാർക്ക് സ്കോർ ചെയ്യുമെന്നുള്ളവർ ഇതിന് താഴെ കമന്റ് ചെയ്യൂ. എത്ര തവണയാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ചോദ്യത്തെ വിട്ടുകളഞ്ഞ് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. നോക്കൂ, ഭക്ഷ്യസുരക്ഷാ ബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയുമായി ഇതിനു മുന്നേ 2 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട 7ാം ക്ലാസ്സിലെ പുതിയ SCERT പാഠഭാഗവും പഴയ SCERT പാഠഭാഗവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ആ 2 ചോദ്യങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും ആ ചോദ്യം വന്നിരിക്കുന്നു 2013. ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയത്. ചോദ്യം വന്നേക്കാം. ഓക്കെ, എൻ്റെ മുൻകാല വീഡിയോകളിലും ഞാനത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പരീക്ഷ നടന്നത്. ആ 2013 വന്നു. കണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. കടമെടുത്ത ഭരണഘടന എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയെ പറയുക. ഇന്ത്യൻ ഭരണഘടന ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആശയങ്ങൾ കടമെടുത്ത് എഴുതിയ ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടേതാണ്. ഒരൊറ്റ പേജേ ഉള്ളൂ. ഏറ്റവും ചെറിയ ഭരണഘടനയും ആദ്യത്തെ ലിഖിത ഭരണഘടനയും അമേരിക്കയുടേതാണ്. ബ്രിട്ടനെ പോലെയുള്ള രാഷ്ട്രങ്ങൾക്ക് ലിഖിത ഭരണഘടന ഇല്ല. അവിടെ കീഴ്വഴക്കമാണ് അവിടുത്തെ ഭരണഘടനയെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതോർത്തിരിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പുതിയ ഒരു ചോദ്യം നന്നായി ഓർത്തിരിക്കണം. അംബേദ്കർ എത്ര രാജ്യങ്ങളെ കണക്കിലെടുത്ത് എത്ര രാജ്യങ്ങളിൽ നിന്നാണ് ഏകദേശം നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടന നോക്കിയത്? 60ഓളം രാജ്യങ്ങളുടെ. പുതിയ 7ാം ക്ലാസ്സിലെ പാഠത്തിലുണ്ട്. ചോദ്യം വന്നേക്കാം. മറ്റൊരു ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് ഇന്ത്യയിലെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടത്. ആവർത്തിച്ചു വരുന്ന ചോദ്യം മുഴുവൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ എല്ലാ കൺസെപ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു? മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി മാറിയത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. മൊറാർജി ദേശായിയുടെ കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. ഭാഗം 3ലാണ് മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങളായിരുന്നു. അതിൽപ്പെട്ട ഒന്നായിരുന്നു സ്വത്തവകാശം.
ആ സ്വത്തവകാശം പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശമല്ലാതായി മാറി. അതുകൊണ്ട് നിലവിൽ ഇന്ത്യയിൽ 6 മൗലികാവകാശങ്ങളാണുള്ളത്. PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് 1978-ലാണ്. 1978-ലാണ്. 1976-ൽ 42-ാം ഭരണഘടനാ ഭേദഗതിയെ ഇതുമായി കൂട്ടിച്ചേർക്കരുത്. 1976-ൽ 42-ാം ഭരണഘടനാ ഭേദഗതി മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. കാരണം ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഒറ്റത്തവണ മാത്രം അല്ലേ? മതേതരത്വം, സോഷ്യലിസം, പരമാധികാരം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. മതേതരത്വം, സോഷ്യലിസം, പരമാധികാരം എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ. മാത്രമല്ല 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 4A ആയി മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് 4A എന്നുള്ള ഭാഗത്താണ്. ഭാഗം 3-ൽ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ, ഭാഗം 4-ൽ നിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A-യിൽ ഏതാണ്? മൗലിക കടമകൾ. ആ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത്, ഭാഗം 4A കൂട്ടിച്ചേർക്കുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതി, ഇന്ദിരാഗാന്ധിയുടെ കാലം, അടിയന്തരാവസ്ഥ സമയം. എന്നാൽ 78-ൽ മൊറാർജി ദേശായി, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ്, ആ 1978-ൽ 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളെ സ്വത്തവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഓർത്തിരിക്കുക, 1979-ൽ നിലവിൽ വന്നു. പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇവിടെ പറയുന്ന ഭരണഘടനാ ഭേദഗതികളിൽ 73 ഭരണഘടനാ ഭേദഗതി ഏതാണ്? പഞ്ചായത്ത് രാജ്, നഗരപാലിക ബിൽ. ഇതിലേതാ? ആ 2 വകുപ്പുകൾ ഓർത്തിരിക്കണം. 73-ന് അടുത്ത് തന്നെ ഒരു വകുപ്പുണ്ട്. ഏതാണ് 73-ാം ഭരണഘടനാ ഭേദഗതി? ഏതാണ് 74-ാം ഭരണഘടനാ ഭേദഗതി എന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ 86-ാം ഭരണഘടനാ ഭേദഗതി ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ, വിദ്യാഭ്യാസ അവകാശ നിയമം, അതാ ഭേദഗതിയാണ്, 21A വകുപ്പ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് 1978-ൽ, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇന്ന് സ്വത്തവകാശം എവിടെയാണ്? ഇന്ന് സ്വത്തവകാശം നിയമാവകാശമാണ്. അതും കൂടി ഓർത്തിരിക്കണം. അതും ചോദിച്ചിട്ടുണ്ട്. ഏതാ വകുപ്പ്? 300A. അതും ചോദിച്ചിട്ടുണ്ട്. 300A ആണ് വകുപ്പ്. പണ്ട് 31-ാം അനുച്ഛേദമായിരുന്നു, 19-ലായിരുന്നു. അനുച്ഛേദം 19-ലും ഇത് ഉൾപ്പെട്ടിരുന്ന ഒരു അവകാശമായിട്ട്. ഇപ്പൊ 2-ലും ഇല്ല. പകരം 300A-യിൽ നിയമാവകാശമായിട്ടാണ്. ഭരണഘടനയുടെ ഭാഗം 12-ലാണ്. 3-ൽ നിന്ന് 12-ലേക്ക് മൂപ്പര് പോയി. ഇപ്പോ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഈ ചോദ്യം 3 തവണയാണ് ഫലപ്രകാരേണ ആവർത്തിക്കപ്പെട്ടുള്ളത്. 3 ചോദ്യങ്ങളാണ്. പക്ഷേ ഇപ്പടുത്ത കാലത്തൊന്നും പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പഴയ കാലത്ത് ആവർത്തിച്ച ചില ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതോടുകൂടി ഈ ക്ലാസ് കഴിയും. ഓക്കെ, ക്ലാസ്സുകളൊക്കെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മളിത് നന്നായി കൃത്യമായി പഠിച്ച് തയ്യാറാക്കുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ലഭിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പൊതുവായി രേഖപ്പെടുത്തിയാലൊക്കെ നന്നായിരുന്നു. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായി നമ്മുടെ യൂട്യൂബിനെ മാറ്റൂ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു അബദ്ധം പറ്റാനുണ്ട്, എനിക്കും പറ്റാറുള്ളതാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു അബദ്ധം പറ്റി. എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് അംബേദ്കർ എന്ന് ടിക്ക് ചെയ്തു. കാരണം എന്താ? എൻ്റെ മനസ്സിൽ അത് ശില്പി ആമുഖം എഴുതിയ ആളാ, അല്ല ശില്പിയാ. കാരണം അംബേദ്കറെ കണ്ടു. പെട്ടെന്ന് നമ്മൾ റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയും. അത് ഉണ്ടാവരുത്. നിങ്ങൾ നന്നായി വായിച്ചു പോവുക. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സുപ്രീം കോടതിയിൽ നിന്ന് എഴുതാൻ പറ്റും. അത് ഇന്ത്യയിലെയാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കറിയാം ഹൈക്കോടതിയാണ്. പക്ഷെ അറിയാതെ തെറ്റിച്ചു പോകും. അങ്ങനെയുള്ള തെറ്റുകളും നന്നായിട്ട് അറിയുന്ന വിഭാഗത്തിൽ നമുക്ക് പറ്റും. ശ്രദ്ധിക്കുക. നീതിന്യായ വിഭാഗം ഇന്ത്യയുടെ 8ാം ക്ലാസ്സിൽ പാഠം മാറിപ്പോവാണ്. 8ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, നമ്മുടെ ഗവൺമെന്റ്. നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. സമയമുണ്ടെങ്കിൽ 10th പ്രിലിംസിന് മുന്നേ. ഞാൻ മുഴുവൻ പറയണില്ല. സമയമുണ്ടെങ്കിൽ വായിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെ കുറേ പാഠങ്ങളുണ്ട്. അവിടെ
വളരെ പ്രധാനപ്പെട്ടത്. ആ ഭാഗത്ത് പറയുന്ന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. അവിടെ ഏതൊരു ആധുനിക ജനാധിപത്യ ഗവൺമെന്റിനും 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് നിയമനിർമ്മാണം. ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകൾ ആ നിയമനിർമ്മാണം നടത്തുന്ന ഒന്നാണ് നമ്മുടെ പാർലമെന്റ്. ഓക്കെ, ഒന്ന് നിയമനിർമ്മാണമാണ്, മറ്റൊന്ന് കാര്യനിർവഹണ വിഭാഗമാണ്, എക്സിക്യൂട്ടീവ്. അതിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ്. നിങ്ങളൊക്കെ ആ കാര്യനിർവഹണ വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ. ഓക്കെ, മൂന്നാമത്തേത് ആണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രമാണ് നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ. ആ നീതിന്യായ വ്യവസ്ഥ ഈ പാർലമെന്റിന്റെയും കാര്യനിർവഹണ വിഭാഗമായ എക്സിക്യൂട്ടീവിൽ നിന്നൊക്കെ സ്വതന്ത്രമാണ്. അതുകൊണ്ടാണ് അതിനെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതറിയാമായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ LGS ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും നിങ്ങൾക്ക്. സർക്കാരിന്റെ അധീനതയിലാണ് കോടതി? അല്ല, അത് സ്വതന്ത്രമാണ്. കോടതിയുടെ അധീനതയിലാണ് സർക്കാർ? അല്ല. ഓക്കെ, കോടതിക്ക് ഭരണഘടന ഒരു തിരുത്തുമ്പോൾ അതിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ജുഡീഷ്യൽ റിവ്യൂവിൽ പഠിക്കാം, മെയിൻസിൽ. ഇപ്പം അത്ര മാത്രം അറിയുക, 3 ഉണ്ട്. ഒന്ന് നിയമനിർമ്മാണം, പാർലമെന്റ്; കാര്യനിർവഹണം, അതായത് ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്ന കാര്യനിർവഹണ വിഭാഗം; സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എല്ലാം ഭരണഘടനാനുസൃതമായാണോ നടക്കുന്നത് എന്ന് ഉറപ്പിക്കുന്നതിനുള്ള സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇങ്ങനെ 3 ഏതൊരു ആധുനിക ജനാധിപത്യ രാജ്യത്തും ഉണ്ടാകും, ഇന്ത്യയിലുമുണ്ട്. ഓക്കെ, രാജഭരണത്തിൽ ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആ നീതിന്യായ വിഭാഗത്തിൽ പരമോന്നത നീതിന്യായ സ്ഥാപനം സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിക്ക് കീഴിൽ ഹൈക്കോടതി, ഹൈക്കോടതിക്ക് കീഴിൽ ജില്ലാ കോടതി. ഇപ്പോൾ സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ വിഭാഗം. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. അത് കഴിഞ്ഞാൽ ജില്ലാ കോടതി. ജില്ലാ കോടതിക്ക് താഴെയായി സബ് കോടതികളുണ്ട്, പിന്നെ മുൻസിഫ് കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. അതിൽ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. അതിൻ്റെ അധികാരം ഇന്ത്യ മുഴുവനാണ്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 34. അടുത്ത കാലത്തൊന്നും 10th പ്രിലിംസിന് ചോദിച്ചിട്ടില്ല, പക്ഷെ പാഠഭാഗത്തുള്ളത് കൊണ്ട് ഇതൊരു ചോദ്യമായിട്ട് ഉയർന്നു വരാം. ആകെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 34. ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ഓർത്തിരിക്കുക, ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലെങ്കിൽ രാജ്യത്ത് ആ കാര്യം നിർവഹിക്കേണ്ടത് ചീഫ് ജസ്റ്റിസുമാണ്. തിരിച്ചും ആലോചിക്കുക, രാഷ്ട്രപതി ഇല്ല, നമുക്കിപ്പോൾ ഉപരാഷ്ട്രപതിയില്ല. ഏതെങ്കിലും കാരണവശാൽ ആ 2 സീറ്റുകൾ ഒഴിവാണെങ്കിൽ അപ്പോൾ രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കുക ചീഫ് ജസ്റ്റിസാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിനെ ഓർത്തു വെച്ചോളൂ, HJ കനിയ. നല്ല കനിവുള്ള ആളായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ഇനി ഹൈക്കോടതി. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. ആ പാഠഭാഗത്ത് വന്ന ചോദ്യമാണിത്. ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് അവിടെയും രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയിലാകട്ടെ സംസ്ഥാനത്താകട്ടെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഗവർണറല്ല. സംസ്ഥാനത്തും അത് ഗവർണറല്ല, എല്ലായിടത്തും രാഷ്ട്രപതിയാണ്. സംസ്ഥാനങ്ങളിലെ കേസുകളാണ് പരിശോധിക്കുക. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കും. പിന്നെ ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. കീഴ്ക്കോടതികൾ ഓർക്കുക, ജില്ലാ കോടതിയുണ്ട്, സബ് കോടതിയുണ്ട്, മുൻസിഫ് കോടതിയുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കാണ്. സിവിൽ കേസുമായിട്ട് നിങ്ങൾ ആദ്യം സുപ്രീം കോടതിയിൽ ചെല്ലാൻ പറ്റില്ല. മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോവാ, നേരിട്ട് പോവാ. അതുകൊണ്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. നിങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി പുറത്തിറക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. 5 റിട്ടുകളാണ് നമുക്കുള്ളത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. സിവിൽ കേസുമായിട്ട് ആദ്യം ഓടിച്ചെല്ലാൻ പറ്റുമോ സുപ്രീം കോടതിക്ക്? പറ്റില്ല. അതിനെവിടെ പോകണം? കീഴ്ക്കോടതി. എന്നാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. കാരണം മൗലികാവകാശങ്ങൾ ജസ്റ്റിഫയബിൾ ആണ്. നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും. അതുകൊണ്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണത്. മറ്റ് സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വല്ല സിവിൽ കേസോ ക്രിമിനൽ കേസോ ഉണ്ടെങ്കിൽ
കീഴ്ക്കോടതിയിലാണ് ആദ്യം പോകേണ്ടത്. എന്നിട്ട് അവിടുത്തെ ഉത്തരവ് തെറ്റാണെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതി പോവാം. ഹൈക്കോടതി പോയതിനു ശേഷം അവിടെയും നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്പീലിന് പോകാൻ പറ്റാവുന്ന കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ. ആ കേസുകളിൽ ജില്ലകളിൽ ഉണ്ടാക്കുന്ന കേസുകൾ പരിശോധിക്കുന്ന കോടതികൾ ജില്ലാ കോടതികളാണ്. താഴെത്തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതികൾ സബ് കോടതികളും മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ്. മറ്റൊന്നാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന് പറയുന്നത് കോടതിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. സമാധാനപരവും ഉഭയകക്ഷി സമ്മതപ്രകാരവും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇന്ത്യയിലെ കോടതികളിലൊക്കെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ രണ്ട് പാർട്ടികളും സമ്മതിക്കുകയാണെങ്കിൽ അവരെ തമ്മിൽ വിളിച്ച് ഒരു മധ്യസ്ഥത നടത്തി ഒരു അദാലത്തൊക്കെ നടത്തുന്ന കോടതികളെയാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. കേസുകൾ ഏറ്റവും വേഗം പരിഹരിച്ച് കാലതാമസം ഒഴിവാക്കലാണ് അതിൻ്റെ ലക്ഷ്യം. കേസുകൾ കുറഞ്ഞ ചെലവിൽ പരിഹരിക്കുക, കാലതാമസം ഒഴിവാക്കുക. കുറഞ്ഞ ചെലവ്, കാലതാമസം ഒഴിവാക്കലുമാണ് ലോക് അദാലത്തിന്റെ ലക്ഷ്യം. ഓർത്തുവെച്ചോ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നീ ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് ചില ചോദ്യങ്ങളുമുണ്ട് കോടതിയിൽ നിന്ന് വരുന്നത്. പഴയ പരീക്ഷയുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആരാണെന്ന് ചോദിക്കും. സുപ്രീം കോടതി ജഡ്ജി ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. എത്രാമത്തെയാണെന്ന് ചോദിക്കാറുണ്ട്. 51ാമത്തെയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കും. നിതിൻ മധുകർ ജംതാറാണ്. നിതിൻ മധുകർ ജംതാർ. ഓക്കെ. കേരള ലക്ഷദ്വീപിന് അധികാരപരിധിയുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കേരള ഹൈക്കോടതിയാണ്. സാധാരണ ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനോ ആയിട്ട് ഒരു ഹൈക്കോടതി ഉണ്ട്. പക്ഷേ കേരള ഹൈക്കോടതിക്ക് ലക്ഷദ്വീപിൻ്റെ ചുമതല കൂടിയുണ്ട്. അതുപോലെ കൊൽക്കത്തയിലുള്ള ഹൈക്കോടതിക്ക് ആൻഡമാൻ നിക്കോബാറിൻ്റെ ചുമതല കൂടിയുണ്ട്. അത് രണ്ടും ഓർത്തിരിക്കുക. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത്, രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ജസ്റ്റിസ് എം ഹിദായത്തുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഓർത്തു വയ്ക്കുക, ജസ്റ്റിസ് എം ഹിദായത്തുള്ള. മറ്റൊരു ചോദ്യം ഞാൻ വിചാരിക്കുന്നു അടുത്ത ഏതെങ്കിലും PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി ജസ്റ്റിസ് YV ചന്ദ്രചൂഡാണ്. 2023 അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ YV ചന്ദ്രചൂഡ് എന്നുള്ള പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. 7 വർഷം 5 മാസമായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സേവനമനുഷ്ഠിച്ച വ്യക്തി ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. ഇനി അടുത്തതോ PSCക്ക് ചോദിച്ചതാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്തോ എനിക്ക് തോന്നി അത് ഉൾപ്പെടുത്തണമെന്ന്. അടുത്ത കാലത്തൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. യഥോ ധർമ്മസ്ഥോ ജയ, യഥോ ധർമ്മസ്തോ ജയ. ഓർത്തു വയ്ക്കുക. സുപ്രീം കോടതിയുടെ പിൻകോഡ് പഴയ കാലങ്ങളിൽ ഇത് രണ്ടും പഴയ കാലത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിൻകോഡ് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഇത് ഇനി ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ നിങ്ങൾക്ക് പോയി ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 1 പിന്നെ 3 വീണ്ടും 1 ഓർത്തു വയ്ക്കാൻ എളുപ്പമല്ലേ? എന്താ? 1,10,001 കേട്ടോ. ഓക്കെ. സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിർവചൻ സദൻ ന്യൂഡൽഹി. എഴുതി വെക്കുക, വീണ്ടും വീണ്ടും ആവർത്തിക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ധോൽപൂർ ഹൗസ് ന്യൂഡൽഹി. UPSC ധോൽപൂർ ഹൗസ് ന്യൂഡൽഹി. ധനകാര്യ കമ്മീഷനോ ജവഹർ വ്യാപാര ഭവൻ ന്യൂഡൽഹി. ധനകാര്യ കമ്മീഷൻ ജവഹർ വ്യാപാർ ഭവൻ ന്യൂഡൽഹി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെയും ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെയും ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെയും ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെയും ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ഓർത്തു വെച്ചോളുണ്ടു, അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ ദളിതനും ആരെന്നെയാണ്? ദളിത് ആയിട്ടുള്ള ആള്, അതും KG ബാലകൃഷ്ണനാണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിതേനെ ഓർത്തു വെച്ചോളൂ, മലയാളിയാണ്, അന്നാച്ചാണ്ടിയാണ്, കേരളത്തിൽ നിന്നാണ്
ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി കേരളത്തിൽ നിന്നാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയും കേരളത്തിൽ നിന്നാണ്, ഫാത്തിമ ബീവി. ഈ രണ്ട് പേരുകൾ ഓർത്ത് വെക്കുക, അന്ന ചാണ്ടിയെയും ഫാത്തിമ ബീവിനെയും. ഒരാൾ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത, മറ്റൊരാൾ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത. ഓക്കെ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി. ഞാൻ പറഞ്ഞിട്ട് ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒരു ഹൈക്കോടതി മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങൾക്കായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് അസാമിലുള്ള ഗുവാഹത്തി ഹൈക്കോടതി. അസമിലുള്ള ഗുവാഹത്തി ഹൈക്കോടതി. അരുണാചൽ പ്രദേശും നാഗാലാൻഡും മിസോറാമും ആസാമും, അസാമിലാണത്. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, അങ്ങനെ 4 സംസ്ഥാനങ്ങൾ അതിൻ്റെ പരിധിയിലാണ്. ഒക്കെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇത് ആ ഫസ്റ്റ് ഡേയിലൊക്കെ ഞാൻ ചെയ്തതിലേക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. ഓക്കെ, ഞാനൊരു പരീക്ഷ എഴുതാൻ വെച്ചാൽ തെറ്റില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും തെറ്റാൻ പാടില്ല. പക്ഷെ പറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ആണ്, ഓർത്തു വെക്കുക. അതിൻ്റെ ഒപ്പം ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുഗാർണോ ആണ്, പണ്ടത്തെ കാലത്തെ പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്, 2 തവണ ആവർത്തിച്ചു. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി ഇന്ത്യൻ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്ററാണ്, മയ്യഴി വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ്. കേരള ഗാന്ധി K കേളപ്പനാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളാണ് K കേളപ്പൻ. 1940കളുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വ്യക്തി സത്യാഗ്രഹം അത്രമാത്രം മറ്റ് സമരങ്ങളുടെ പോലെ ശ്രദ്ധയെ പറ്റിയില്ല. അതിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് K കേളപ്പൻ. മാത്രമല്ല, ഉപ്പു സത്യാഗ്രഹം പയ്യന്നൂരിൽ നടത്തുന്നത് K കേളപ്പനാണ്. ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ടണ്ടൻ എന്നിട്ട്, പുരുഷോത്തം ദാസ് ടണ്ടൻ, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ധാരാളമുണ്ട് PSCക്ക്. അത് വിട്ടുകളയരുതേ. വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നു, ഈ 2000 ചോദ്യങ്ങൾ നിങ്ങൾ കാണുക പരീക്ഷയ്ക്ക് മുമ്പായി. ഇത്ര അധികം നേരമൊന്നും വേണ്ട. ഓരോ ദിവസവും 2-3 വീഡിയോ വെച്ച് മുൻകാല ചോദ്യങ്ങൾ കാണാം. നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി. അവിടെ ലിങ്ക് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരൊറ്റ ക്ലിക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് നാളെ കാണാം.